2 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഹമാസ് ബന്ദികളാക്കിയവർ ഇസ്രായേലിൽ തിരിച്ചെത്തി. 20 പേരിൽ 7 പേരെയാണ് ഹമാസ് ആദ്യഘട്ടത്തിൽ മോചിപ്പിച്ചത്. ബാക്കി 13 പേരും ഇന്ന് തന്നെ ഇസ്രായേലിലെത്തും. 2000-ഓളം പലസ്തീനികളും ഇന്ന് മോചിതരാകും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇസ്രായേലിൽ വൻ വരവേൽപ്പാണ് കിട്ടിയത്. ബെൻ ഗൂരിയോൺ എയർപോർട്ടിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ സ്വീകരിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇസ്രായേലിൽ വൻ വരവേൽപ്പാണ് കിട്ടിയത്. ബെൻ ഗൂരിയോൺ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ടെൽ അവീവിലെ ബീച്ചിൽ താങ്ക് യു ട്രംപ് എന്ന് എഴുതി വെച്ചാണ് ഇസ്രായേലികൾ അമേരിക്കൻ പ്രസിഡന്റിന് നന്ദി അറിയിച്ചത്. ഇസ്രായേലിന്റെ പരമോന്നത ബഹുമതി നൽകി രാജ്യം ട്രംപിനെ ഇന്ന് ആദരിക്കാൻ പോവുകയാണ്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, ബന്ദിമോചനം ഇന്നത്തോടെ പൂർത്തിയാവുകയാണല്ലോ. ഇസ്രായേലിൽ ഹമാസ് തടവിലാക്കിയ 20 ബന്ദികളെ അതിൽ ആദ്യഘട്ടത്തിൽ 7 പേരെ മോചിപ്പിച്ചു. വളരെ ആഹ്ലാദത്തോടുകൂടി ഇസ്രായേലി ജനത, അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 737 ദിവസമാണ് ഹമാസിന്റെ ഇരുട്ടറയിൽ ഈ ബന്ദികൾക്ക് കഴിയേണ്ടി വന്നത്. എന്തൊക്കെയായിരുന്നു ബന്ദിമോചനത്തിന്റെ വിവരങ്ങൾ? മഞ്ജുഷ്, ഇപ്പോൾ ബന്ദിമോചനത്തിന്റെ ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുന്നു. അതിൽ 7 പേരെ ഹമാസ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് കടത്തിവിട്ടു. അവർ ഇപ്പോൾ ഇസ്രായേലിലെ പ്രത്യേകം സജ്ജീകരിക്കുന്ന ആശുപത്രിയിൽ ആ 7 പേരും എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അവരുമായി, ഈ ബന്ദികളുമായിട്ട്, ഇപ്പോൾ മോചിപ്പിക്കപ്പെട്ടവരുമായിട്ട് അവരുടെ കുടുംബാംഗങ്ങൾ വീഡിയോ കോൾ ചെയ്തിരിക്കുന്നു. അവർ അവരുടെ സന്തോഷം പങ്കുവച്ചു. ഈ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ അവരുടെ വീടുകളിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ ടെൽ അവീവിൽ വലിയ രീതിയിലുള്ള ജനക്കൂട്ടമാണ് ഡൊണാൾഡ് ട്രംപിന് ആദരമർപ്പിച്ചുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത്. താങ്ക് യു ട്രംപ് എന്ന ട്രംപിന്റെ പടവും കൂടെ വരച്ച് ഇസ്രായേലിന്റെ തെരുവീതികളിൽ, ടെൽ അവീവിലടക്കം അവിടെ ഇപ്പോൾ തറയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ കൂടെ എയർഫോഴ്സിന്റെ ഫ്ലൈറ്റിൽ പറന്നു വരുന്ന ഡൊണാൾഡ് ട്രംപ് അത് വായിക്കുകയും ചെയ്തു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് പങ്കുവച്ചിരുന്നു. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇസ്രായേലിൽ എത്തിയിരിക്കുകയാണ്. ചുവന്ന പരവതാനി വിരിച്ചുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവും എല്ലാവരും ചേർന്നിട്ട് അദ്ദേഹത്തെ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരുക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ വരുന്ന മണിക്കൂറുകളിൽ തന്നെ ബാക്കിയുള്ള 13 പേരെയും കൂടി ഹമാസ് മോചിപ്പിക്കും. അതിനൊപ്പം തന്നെ ഇസ്രായേൽ പിടിച്ചു വച്ചിരിക്കുന്ന പലസ്തീൻകാരെയും, അതായത് 1700-ഓളം തടവിലാക്കപ്പെട്ടവരും അതുപോലെ ജീവിത അവസാനം വരെ, ജീവപര്യന്തം വരെ ഇസ്രായേലിലെ ജയിലിൽ കഴിയേണ്ടി വരുന്ന 250 പേരെയും ഇത്തവണ ഇസ്രായേൽ ഗാസയിലേക്ക് തിരിച്ചയക്കും. അങ്ങനെ വലിയ രീതിയിലുള്ള ബന്ദിമോചനം നടക്കും. അങ്ങനെ ഗാസ സമാധാന കരാറിന്റെ വ്യവസ്ഥയിലെ ആദ്യ ഘട്ടം ഇന്ന് ഇവിടെ അവസാനിക്കും. ഇതിനുശേഷം ഇന്ന് തന്നെ ഡൊണാൾഡ് ട്രംപും അതുപോലെ ഈജിപ്തും ഒരുമിച്ച് അധ്യക്ഷത വഹിക്കുന്ന ഒരു സമ്മിറ്റ്, ഗാസ സമ്മിറ്റ് ഈജിപ്തിൽ നടക്കും. ആ സമ്മിറ്റിന് ശേഷമാകും രണ്ടാം ഘട്ടം എങ്ങനെ നടപ്പിലാക്കുക, ഈ സമാധാന വ്യവസ്ഥയുടെ രണ്ടാം ഘട്ടം ഏത് തരത്തിൽ നടപ്പാവുക, അതുപോലെ ബാക്കിയുള്ള ഗാസയുടെ ഭാവി എങ്ങനെയാണ്, ഗാസയുടെ റീകൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഉച്ചകോടിയിലായിരിക്കും അവിടെ സംസാരിക്കുക. അതിലൊരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും. ഇന്ത്യയുടെ പ്രതിനിധികളടക്കം, ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും ഇറ്റലിയുടെയും പ്രതിനിധികളടക്കം, അറബ് രാജ്യങ്ങളിലെ പ്രതിനിധികളടക്കം 20-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ഈ സമ്മിറ്റിൽ, ഈ ഉച്ചകോടിയിൽ പങ്കുചേരുക. ഇന്ന് തന്നെ നടക്കുന്ന ഇതിലൊരു തീരുമാനം വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഗാസയുടെ സമാധാനവും അതിനുശേഷം ഗാസയുടെ ഗവേണൻസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളിലടക്കം തീരുമാനമുണ്ടാകും. ഇതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് രണ്ടാം ഘട്ടമായ ഹമാസിന്റെ നിരായുധീകരണമാണ്. അക്കാര്യത്തിൽ ഹമാസ് അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പക്ഷേ ഇനി ബന്ദിമോചനം കഴിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അവർ
അവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ കൂടുതൽ എന്തെങ്കിലും അവർ ആവശ്യപ്പെടുമോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. എന്തായാലും കഴിഞ്ഞ ഒക്ടോബർ 7, 2023 മുതൽ ഈ കഴിഞ്ഞ 2 വർഷം ഗാസയിലും അതുപോലെ തന്നെ ടെൽ അവീവിലും നടന്ന പ്രതിഷേധങ്ങൾക്കും പ്രകടനങ്ങൾക്കും അവരുടെ സങ്കടങ്ങൾക്കും ഒരു താത്കാലികമായെങ്കിലും ഒരു അറുതി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സന്തോഷകരമായ വിവരം. ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ സമാധാന പദ്ധതി അംഗീകരിച്ചതോടുകൂടി ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുവാനുള്ള നടപടികളും തുടങ്ങി 7 പേരെയാണ് ഹമാസ് മോചിപ്പിച്ചത്. ബാക്കി 13 പേരെ ഇന്ന് തന്നെ മോചിപ്പിക്കും. അതേസമയം തന്നെ ഇസ്രായേലിൽ തടവിലായിരുന്ന 1966 പലസ്തീനികളെയും വിട്ടയക്കുവാനുള്ള നടപടി തുടങ്ങിക്കഴിഞ്ഞു. യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിൽ താൻ വിദഗ്ധനാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേലും ഹമാസും തമ്മിലേത് താൻ അവസാനിപ്പിച്ച 8ാമത്തെ യുദ്ധമാണെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും യുദ്ധം നടക്കുന്ന കാര്യം അറിഞ്ഞുവെന്നും ഗാസ വിഷയം കഴിഞ്ഞാൽ അതിലേക്കാണ് താൻ കടക്കാൻ പോകുന്നതെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. This will be my 8th war that I've solved. And I hear there's a war now going between Pakistan and Afghanistan. I said, I'll have to wait till I get back. I'm doing another one because I'm good at solving wars. I'm good at making peace. And it's an honor to do it. I saved millions of lives. Millions of lives. Now, in all fairness to the Nobel Committee, it was for 2024. And this was picked for 2024. But there are those that say you can make an exception because a lot of things happened during 25 that are done and complete and great. But I did this not for Nobel. I did this for saving